ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കോട്ടക്കൽ നഗരസഭയിലെ നിരന്തരമായ വൈദ്യുതി പ്രതിസന്ധിയിൽ ഇടപെട്ട് നഗരസഭാ ചെയർമാൻ കെ നാസർ KSEB AEയുമായി അദ്ദേഹം ചർച്ച നടത്തി. മറുപടി കിട്ടാൻ ആരുടെ ചോദിക്കണം മരവട്ടത്താളോ ഹലോ വിരാടാണോ? ഒരു മറുപടി കിട്ടില്ലേ? അത് എന്താ ഇങ്ങനെ കറണ്ട് പോകാൻ വല്ല നിങ്ങൾ ചോദിച്ച പോലെ കാര്യമുണ്ടോ? എല്ലായിടത്തും പോയിട്ടാണെങ്കിൽ ഒരുപാട് സമയം പിടിക്കണം. അത് ഈ ചൂടിന്റെ സമയം വീട്ടിൽ കറണ്ട് പോയിട്ട് 4 ദിവസം. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഓല ലൈനിൽ ന്യൂട്രലിലും കറണ്ട് നമ്മൾ ഇലക്ട്രിസിറ്റി പോകുമ്പോൾ വിലയും നോക്കി വില ചെക്ക് ചെയ്ത് നോക്കി ഇവർക്ക് വിളിച്ച് പോലെ ആൾക്ക് വരും. അന്ന് ആൾ വരാം, ഞങ്ങൾ എന്ത് ചെയ്യാൻ ആരോടെ വരേണ്ടത് ഒരു വിവരം. കടുത്ത വേനലിനെ തുടർന്ന് വൈദ്യുതി ഉപയോഗം കൂടിയ സാഹചര്യത്തിൽ നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നുവെന്ന പരാതികൾ ശക്തമായതിനെ തുടർന്നാണ് പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം കണ്ടെത്തുന്നതിനായി കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൺ കെ നാസർ KSEB ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയത്. പകൽ സമയങ്ങളിലും രാത്രി സമയങ്ങളിലും ഒരുപോലെ വൈദ്യുതി മുടക്കം അനുഭവപ്പെടുന്നത് പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായി ചെയർപേഴ്സൺ വ്യക്തമാക്കി. വേനലിന്റെ കടുത്ത ചൂട് കാരണം വൈദ്യുതി ഉപയോഗം ഗണ്യമായി ഉയർന്നിട്ടുണ്ട്. ഇതിനൊപ്പം ഗ്യാസ് ലഭ്യത കുറവായതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങൾ ഇൻഡക്ഷൻ കുക്കറുകൾ ആശ്രയിക്കുന്നത് വൈദ്യുതി ഉപയോഗം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് രാത്രി സമയത്തെ വൈദ്യുതി മുടക്കം ചെറിയ കുട്ടികൾ, പ്രായമായവർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടക്കലും പരിസര പ്രദേശത്തും ദിവസങ്ങളായി ഈ കഠിനമായ ചൂട് സമയത്ത് കറണ്ട് പറയാതെ പോവുകയും ഒന്ന് വിളിച്ചു പറഞ്ഞ റെസ്പോൺസിബിലിറ്റി ഇല്ലാതിരിക്കുകയും ചെയ്യണം. ഇവിടെ ഫോൺ വിളിച്ചാൽ എടുക്കാൻ ആളില്ല. അത് മാത്രമല്ല, ഇവിടെ വന്നു നോക്കിയപ്പോൾ ഇവിടെ AX അടക്കമുള്ള ആൾക്കാർ പുറത്താന്ന് പറഞ്ഞു. എപ്പോൾ വരും എന്ന് ചോദിച്ചപ്പോൾ അതിനൊരു വ്യക്തമായ മറുപടി ഇല്ല. AI വിളിച്ചപ്പോൾ AI മാത്രമാണ് ഇപ്പോൾ ഒന്ന് ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ടുള്ളത്. നഗരസഭയിലും പരിസര പ്രദേശത്തുള്ള ആളുകൾ വളരെയധികം പ്രയാസത്തിലാണ്. അതിശക്തമായ വെയിലാണ്. മാത്രമല്ല, വെള്ളം ദൗർബല്യം മൂലം കിണറ്റിലുള്ള കുറച്ച് വെള്ളമെങ്കിലും എടുത്ത് ഉപയോഗിക്കാൻ നോക്കുമ്പോൾ കറണ്ടില്ലാത്ത അവസ്ഥ. ഉള്ള കറണ്ടിലാണെങ്കിൽ വോൾട്ടേജും ഇല്ല. ഈ മലപ്പുറം ജില്ലയിൽ മാത്രമാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ദുരവസ്ഥ ഉള്ളതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മരവട്ടത്തെ സബ് സ്റ്റേഷൻ ചാലുവാക്കാൻ, ചാർജ് ചെയ്യാൻ പണി കഴിഞ്ഞ് കുറേ ദിവസമായി. അതൊന്ന് ചാലുവാക്കാനുള്ള മര്യാദ പോലും കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എത്രയും പെട്ടെന്ന് അത് ആ സബ്സ്റ്റേഷൻ അവിടെ പണി കഴിച്ച് അത് ചാർജ് ചെയ്യണം എന്നുള്ളതാണ് നഗരസഭാ ചെയർമാൻ എന്ന നിലയ്ക്ക് ഈ നാട്ടുകാർക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്. ഇവിടെ AIനെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുള്ളൂ. ഇവിടെ പരിസര പ്രദേശത്തുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ട്രാൻസ്ഫോമർ പോകുന്നു, അല്ലെങ്കിൽ കൊടും വേനൽ വരുമെന്ന് അറിഞ്ഞിട്ട് പോലും അതിൻ്റെ പ്രൊട്ടക്ഷൻ ചെയ്യാനുള്ള ഒരു സമീപനം മലപ്പുറം ജില്ലയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളെ ഈ പ്രദേശത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. കറണ്ട് നമ്മൾ വെറുതെ തരുന്നതല്ല, ഇവർ ഇഷ്ടം പോലെ പൈസ സർചാർജായിട്ടും മറ്റു ചാർജായിട്ടും കൂട്ടി പോയിട്ട് ആ പൈസയൊക്കെ കൊടുത്ത് നമ്മൾ വാങ്ങുന്ന ഒരു സാധനമാണ്. മര്യാദയ്ക്ക് ഇവർ തരുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമായിട്ട് കോട്ടക്കൽ മുനിസിപ്പൽ ചെയർമാൻ്റെ നേതൃത്വത്തിൽ നടത്തുമെന്ന് നേരിട്ട് പറയാൻ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ വൈസ് ചെയർപേഴ്സണുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുണ്ട്. ഞങ്ങൾ വളരെ ഷോർട്ടായിട്ട് അവിടെ എല്ലാ ആൾക്കാർ വന്നപ്പോൾ പറഞ്ഞു പോവുകയാണ്. ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഒരു വരവ് ഇങ്ങോട്ട് വരും. അത്രേ ഇപ്പോൾ പറയണുള്ളൂ. ചർച്ചയിൽ വൈസ് ചെയർപേഴ്സൺ റംല ടീച്ചർ, വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലൈമാൻ പാറമ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു. മരവട്ടത്തുള്ള KSEB സബ്സ്റ്റേഷനിലെ 2 ഫീഡറുകൾ ഇന്നും നാളെയും ഓപ്പൺ ചെയ്യുന്നതിലൂടെ താൽക്കാലികമായി പ്രശ്നത്തിന് ആശ്വാസം ലഭിക്കുമെന്ന് KSEB അധികൃതർ ചർച്ചയിലൂടെ അറിയിച്ചതായി ചെയർപേഴ്സൺ പറഞ്ഞു.